ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാറിനെ IPC സെക്ഷൻ 152 ചുമത്തിക്കൊണ്ട് ഈ പറയുന്ന ജീവപര്യന്തം ശിക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാറിന്റെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള കൊട്ടാരക്കര BJP ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്ക് ഇപ്പൊ അഖിൽ മാരാറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും അഖിൽ മാരാർ അതിനകത്ത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ചില സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഖിലിനെ നമുക്കറിയാം, ഈ പറയുന്ന ബിഗ് ബോസിലായിക്കോട്ടെ അല്ലെങ്കിൽ ബിഗ് ബോസിന് ശേഷം ഏതൊരു സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്താലും വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത്രയും ശ്രദ്ധിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അഖിൽ മാരാർ. അപ്പൊ തീർച്ചയായിട്ടും പുള്ളിക്കാരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് വരുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ആ ഒരു യുദ്ധം അവസാനിപ്പിച്ചതിനോട് എതിർത്തുകൊണ്ടാണ് ഈ പറയുന്ന അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ വാക്കുകൾ കേട്ട് ഇന്ത്യ ഒരിക്കലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. മറ്റൊന്നുമല്ല, പാകിസ്ഥാന്റെ ഒരു സഖ്യരാജ്യമായ അല്ലെങ്കിൽ പാകിസ്ഥാന് തന്നെ ഒരു ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ഈ പറയുന്ന ബലൂചിസ്ഥാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ തന്നെ ഒരു ഭാഗമാണ്. പക്ഷെ ഈ പറയുന്ന പാകിസ്ഥാനെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ പാലിക്കുന്ന നിയമങ്ങളും അതുപോലെ തന്നെ അവർക്കൊപ്പം മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരു സഖ്യമാണ് ഈ പറയുന്ന ബലൂചിസ്ഥാൻ. അവർക്ക് ഒരു സ്വതന്ത്ര ഈ പറയുന്ന രാജ്യമാകണമെന്ന് ഒരുപാട് നാളത്തെ സമരം പാകിസ്ഥാനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടുമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്ന സമയത്ത് ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് പാകിസ്ഥാനെ ആക്രമിച്ചു എന്നൊരു രീതിയിലൊക്കെ അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ബലൂചിസ്ഥാന് പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ട് ആയുധവും അതിനുള്ള പണവും സ്വാധീനവും ഒക്കെ കൊടുക്കുന്നത് ഇന്ത്യൻ സർക്കാരാണ് എന്നുള്ളൊരു രീതിയിൽ ഇപ്പോ അമേരിക്കയുടെ ഈ ഒരു ഇടപെടൽ മൂലം ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബലൂചിസ്ഥാൻ നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ ഇന്ത്യൻ സൈന്യവും ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും ഈ പറയുന്ന ബലൂചിസ്ഥാനെ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് വിട്ടുകൊടുത്തു എന്നൊരു രീതിയിലാണ് ഇപ്പൊ പറഞ്ഞത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇനി ബലൂചിസ്ഥാനെ ആക്രമിക്കുകയും ആ ഒരു രാജ്യം ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ളൊരു രീതിയിലാണ് അഖിൽ മാരാർ ആ ഒരു ഫേസ്ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെ പിന്തുടർന്നിട്ടാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന BJP ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ പറയുന്ന അഖിൽ മാരാറിനെതിരെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള മോദി സാറിനെയും കൂടി കോട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ദിരാഗാന്ധിയും മോദി സാറും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട്, ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ ഈ ഒരു യുദ്ധം ഒരിക്കലും അവസാനിപ്പിക്കില്ലായിരുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന യുദ്ധം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം ഇല്ലാതാക്കുമായിരുന്നു. അതുപോലെയുള്ള പല കാര്യങ്ങളും ആ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് അഖിൽ മാരാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ മോദി സാറിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ഒരു കേസ് രാജ്യദ്രോഹ കുറ്റമായിട്ട് IPC 152 പ്രകാരം അഖിൽ മാരാറിനെ അറസ്റ്റ് ചെയ്യണം എന്നൊരു രീതിയിലേക്ക് ഇപ്പൊ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അഖിൽ മാരാറിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു അറസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും അഖിൽ മാരാർ പറയാത്ത ചില കാര്യങ്ങൾ കൂടി കംപ്ലൈന്റിൽ കൂട്ടിച്ചേർത്തിട്ട് തന്നെയാണ് ഈ ഒരു പോലീസിലേക്ക് കംപ്ലൈന്റ് പോയിരിക്കുന്നത്. അതായത് പാകിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങളെ ഈ പറയുന്ന ഇന്ത്യൻ സൈന്യം കൊന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വ്യക്തിഹത്യ, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഈ പറയുന്ന കംപ്ലൈന്റിൽ ആഡ് ചെയ്തിട്ടാണ് അഖിൽ മാരാറിനെതിരെ കൊടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ പിന്നെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അഖിൽ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാത്തത് കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ പറഞ്ഞതിൽ ഈ പറയുന്ന അഖിൽ മാരാർ അതിനകത്തൊരു ന്യായമായിട്ട് പറയുന്നത്, റിട്ടയർഡ് ആയിട്ട് വന്ന തന്റെ കൂട്ടുകാരായിട്ടുള്ള ഇന്ത്യൻ ആർമി ബന്ധപ്പെട്ടുള്ള സൈനികരും അതുപോലെ തന്നെ പല കൂട്ടുകാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിൽ താൻ ഇത്തരത്തിലൊരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ പറഞ്ഞതെന്ന്. പക്ഷേ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് നമ്മളുടെ സ്വത്തും എല്ലാം സംരക്ഷിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ തെറ്റുകാരാക്കിക്കൊണ്ട് ഒരിക്കലും അഖിൽ മാരാർ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിഷയം പറയാനായിട്ട് പാടില്ലായിരുന്നു. അതിപ്പോ തന്റെ കൂട്ടുകാരായിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള സൈനികര് പറഞ്ഞതാണെങ്കിലും അല്ല എങ്കിൽ തന്റെ കൂട്ടുകാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞിട്ടാണെങ്കിലും
സാഹചര്യം ഏതാണെങ്കിലും അഖിൽ മാരാർ പറഞ്ഞത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന കൂട്ടുകാരായിട്ടുള്ള സൈനികരും അതുപോലെ തന്നെ കൂട്ടുകാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള അഖിൽ മാരാർ ഇത്രയും സീരിയസ് ആയ ഒരു സിറ്റുവേഷനിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കാര്യം ഒരിക്കലും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് പറയാനായിട്ട് പാടില്ലായിരുന്നു. അത് അദ്ദേഹം തന്നെ ഇപ്പൊ മാറ്റി പറഞ്ഞിട്ടുണ്ട്, അത്തരത്തിൽ പറയാനായിട്ട് പാടില്ലായിരുന്നു. പക്ഷെ പറഞ്ഞൊരു കാര്യം എന്താണ്, ഇപ്പൊ BJP കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി ഒരു കേസുമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിട്ടുണ്ട്. അവർ അതിൽ നിന്ന് ഒരിക്കലും മാറില്ല എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അറസ്റ്റ് നമുക്ക് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അഖിൽ മാരാർ ബിഗ് ബോസ് മലയാളം സീസൺ 5 വന്നപ്പോ തൊട്ട് നമ്മൾക്ക് എല്ലാവർക്കും വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരത്തിലൊരു കാര്യം പറയുന്ന സമയത്ത് എല്ലാവരും അത് നോട്ട് ചെയ്യുകയും അതിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പൊ ബിഗ് ബോസിന് ശേഷം ഏതൊരു സ്റ്റേജ് പ്രോഗ്രാമുകളിൽ വന്നു കഴിഞ്ഞാലും അഖിലിനെ ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്തിട്ടാണ് ഏതൊരു സ്ഥലത്തും എന്താണ് തന്റെ വാക്കുകൾ പ്രയോഗിക്കാറുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള അഖിൽ മാരാറിന് ഈ ഒരു കാര്യം പറഞ്ഞതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞതിൽ തീർച്ചയായിട്ടും തെറ്റ് പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ എന്താണ് ആഫ്റ്റർ എഫക്റ്റുകൾ തീർച്ചയായിട്ടും അഖിൽ മാരാർ അനുഭവിച്ചേ തീരൂ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം. അഖിൽ മാരാർ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്